വലിയ ചുടുകാടിലേക്ക് VS-ന്റെ ഭൗതിക ശരീരം കൊണ്ടുവരാൻ ഇനിയും ഏറെ മണിക്കൂറുകൾ എടുക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇവിടെ സംസ്കാര ചടങ്ങുകൾക്ക് ഉള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പെരുമഴയാണ് ആലപ്പുഴയിൽ. അതിനേക്കാൾ ഇരമ്പി ജനവും എത്തുന്നുണ്ട്. വലിയ ചുടുകാടിന് മുന്നിലുള്ള ദൃശ്യം അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഈ പെരുമഴയത്തും കുടയും റെയിൻകോട്ടും ഒക്കെ അണിഞ്ഞ് പാർട്ടി പ്രവർത്തകരും VS-നെ സ്നേഹിക്കുന്ന ജനങ്ങളുമൊക്കെ വന്നിങ്ങനെ നിൽക്കുകയാണ്. ഇതിൽ പലരും VS-നെ നേരത്തെ അന്ത്യോപചാരം അർപ്പിച്ചതിന് ശേഷം വന്നവരും കാണാത്തവരും ഇവിടെ നിന്ന് ഒരു നോക്ക് കാണാൻ എത്തിയവരുമൊക്കെ ഉണ്ട്. ഈ വലിയ ചുടുകാട് സംസ്കാരം നടക്കുന്ന ഭാഗത്തേക്ക് പൊതുജനങ്ങളെ കയറ്റിവിടില്ല. അവിടെ CPM നേതാക്കന്മാർക്കും വിശിഷ്ടാതിഥികൾക്കും ഒപ്പം ബന്ധുക്കൾക്കുമൊക്കെ ആണ് പ്രവേശനം നൽകിയിരിക്കുന്നത്. കാരണം അവിടെ അത്രയും വിശാലമായൊരു സ്ഥലവും അല്ല. ചിതയെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇനി ഇപ്പോഴുള്ള ഈ പൊതുദർശനം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് വിലാപയാത്രയായി ഈ വലിയ ചുടുകാടിലേക്ക് കൊണ്ടുവരും. ഏതായാലും മാർഷൽ വലിയ ചുടുകാടിനെ സംബന്ധിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കൊക്കെ വലിയ സ്മരണകൾ ഇരമ്പുന്ന രണസ്മാരകമെന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. മാത്രമല്ല CPM-മായി ഈ രണസ്മാരകത്തെ കണക്ട് ചെയ്യുന്ന ഒരു ചരടായിരുന്നു VS. തീർച്ചയായിട്ടും. അതായത് അമേരിക്കൻ മോഡൽ ഭരണം നടത്തുവാൻ വേണ്ടി ദിവാൻ CP ശ്രമിക്കുന്ന സമയത്ത് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അന്ന് സമരം ചെയ്ത 1946-ൽ അന്ന് സമരം ചെയ്ത പുന്നപ്ര വയലാർ സമരസേനാനികളിൽ ഏറ്റവും പ്രമുഖനാണ് VS അച്യുതാനന്ദൻ. എന്ന് മാത്രമല്ല അഭിയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം ഉറങ്ങുന്ന മണ്ണുകൂടിയാണ് ഇവിടെ. ഏകദേശം 600ഓളം പേരെ പലപ്പോഴായിട്ട് കൊലപ്പെടുത്തിയതിനു ശേഷം അതെല്ലാം കൊണ്ടുവന്ന് ഈ ചുടുകാട്ടിൽ കൊണ്ടുപോയി കത്തിച്ചു കൊന്നിട്ടുണ്ട്. അങ്ങനെ ഈ ധീര രക്തസാക്ഷികൾ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ രക്തം വീണ് ഈ ചുരിമണലായി മാറിയ ഒരു ചരിത്രമുണ്ട് വലിയ ചുടുകാടിന്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയും ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയും ഈ വലിയ ചുടുകാടിലേക്ക് കൊണ്ടുവരുന്നത്, അവിടെ അവരെ അടക്കം ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമുക്കെടുത്താൽ അറിയാം, P. കൃഷ്ണപിള്ളയായാലും അതോടൊപ്പം MN ഗോവിന്ദൻ നായരായാലും ശരി, TV തോമസ് ആയാലും KR ഗൗരിയമ്മയായാലും CK ചന്ദ്രപ്പനായാലും ഇവരെല്ലാം ഉറങ്ങുന്ന മണ്ണിലേക്ക്, TV പുന്നൂസും ഉറങ്ങുന്ന മണ്ണിലേക്കാണ് VS അച്യുതാനന്ദനെ കൂടി കൊണ്ടുവരുന്നത്. അങ്ങനെ VS എന്നാൽ ഈ വലിയ ചുടുകാടുമായി ബന്ധമുണ്ട്, ഇതിൻ്റെ അവകാശിയാണ് VS എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എല്ലാവരുടെയും VS-നെ കണ്ടതിന് ശേഷം വലിയ ചുടുകാടിൽ അന്ത്യനിദ്രയിലേക്ക് VS എത്തുന്നത്. അനന്തൻ, തീർച്ചയായിട്ടും ഈ വിലാപയാത്ര ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു അന്തരീക്ഷമായി മാറും വലിയ ചുടുകാടിന് ചുറ്റും. കാരണം ഇപ്പോൾ തന്നെ ജനസാഗരമാണ് ഇവിടെ. ആലപ്പുഴ ജനസാഗരമാണ്, ജനനിബിഡമാണ് വലിയ ചുടുകാടിന്റെ പരിസരവും. ഇപ്പോൾ നേരത്തെ ഉദ്ദേശിച്ച സമയമൊക്കെ കടന്നു പോവുകയാണ്. ഇപ്പോൾ റിക്രിയേഷൻ ഗ്രൗണ്ടിലെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒരു സെക്കൻഡെങ്കിലും VS-ന്റെ മുഖമൊന്ന് കാണാൻ കഴിയുമോ എന്ന് തിക്കിത്തിരക്കി കടന്നു പോവുകയാണ് ആളുകൾ. അത്രമേൽ വേഗത്തിലാണ് ആളുകളെ കയറ്റിവിടുന്നത്. അതല്ലാതെ മറ്റു വഴികളുമില്ല. നേരത്തെ വീട്ടിൽ പരിമിതമായ സൗകര്യങ്ങൾക്കിടയിലും അത്രമേൽ വേഗത്തിൽ 2 വരിയായി അദ്ദേഹത്തിന് ചുറ്റും ആളുകളെ കടത്തിവിടുന്നത് നമ്മൾ കണ്ടതാണ്. ഈ വലിയ ചുടുകാട്ടിലേക്ക് എത്തുമ്പോഴും നിയന്ത്രണങ്ങളെ കൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കളെ ഉള്ളൂ എന്ന് പറയുമ്പോഴും അത്ര വലിയ തിരക്ക് അനുഭവപ്പെടില്ലേ? ഈ മഴയുടെ അന്തരീക്ഷം എങ്ങനെയാണ്? മഴ ഏറെ നേരമായി അവിടെ പെയ്യുകയാണോ? മഴ തുടരാനുള്ള സാധ്യതയുണ്ടോ? രതീഷ്, നല്ല മഴയാണ്. നേരത്തെ ഇടവിട്ടിടവിട്ടാണ് മഴ പെയ്തതെങ്കിൽ ഇപ്പോൾ തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല. അത്രയേറെ ജനങ്ങൾ, വാഹനങ്ങളൊക്കെ ഈ വലിയ ചുടുകാട് പരിസരത്തേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ രതീഷ് സൂചിപ്പിച്ചതുപോലെ VS-ന്റെ വിലാപയാത്ര അത് പാർട്ടി കണക്കുകൂട്ടലിലും അപ്പുറം സമയമെടുത്താണ് ആലപ്പുഴയിലേക്ക് എത്തിയത്. പിന്നീട് ഇവിടെ നിശ്ചയിച്ച പൊതുദർശനങ്ങളൊക്കെ നേരത്തെ തീരുമാനിച്ചതിനെക്കാട്ടിലും വൈകിയാണ് നടക്കുന്നത്. 3 മണിക്ക് അല്ലെങ്കിൽ 4 മണിക്ക് വലിയ ചുടുകാടിലേക്ക് വിലാപയാത്രയായി ഭൗതിക ശരീരം എത്തിക്കണം, സംസ്കാര ചടങ്ങുകൾ തുടങ്ങണം എന്ന് തീരുമാനിച്ചിടത്താണ് എപ്പോൾ വരുമെന്നൊരു തീർച്ചയുമില്ലാതെ ഇപ്പോൾ നേതാക്കളൊക്കെ നിൽക്കുന്നത്. കാരണം ഇടയ്ക്കൊക്കെ ഇത് ഈ പൊതുദർശനത്തിൻ്റെ സമയം ദൈർഘ്യം വെട്ടിക്കുറയ്ക്കാനൊക്കെ തീരുമാനിച്ചെങ്കിലും അതിനേക്കാളൊക്കെ ഈ VS-നെ കാണാൻ കാത്തു നിൽക്കുന്നവരുടെ വഴിയുടെ ദൈർഘ്യം ഏറുകയായിരുന്നു. അവരെ ആ വരുന്നവരുടെ വികാരവായ്പ് കാണുമ്പോൾ അവരെ നിരാശ്രയം മടക്കി അയക്കാൻ ഒരു നേതാവിനും കഴിയില്ല. കാരണം ഈ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന മഹാനായ നേതാവ് പാർട്ടിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, ഈ വന്നു നിൽക്കുന്ന ജനസാഗരങ്ങൾക്കാകെ അവകാശപ്പെട്ടതാണ്. അത്രമേൽ പ്രത്യയശാസ്ത്രപരമായും അതല്ലാതെയും ഒക്കെ വൈകാരിക ബന്ധമുള്ള ആൾക്കാരാണ് ഈ
ഈ ആലപ്പുഴയിൽ ഇപ്പോൾ വന്ന് അണഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാം വി എസിനെ ഒരു നോക്ക് കാണാൻ. കാരണം ഇനി വി എസ് ഈ ഒരു യാത്രയിലേക്ക് പോവുകയാണ്. മടക്കമില്ലാത്തൊരു യാത്രയാണ്. അന്ത്യനിദ്രയിലേക്കാണ് വി എസ് പോകുന്നത്. പുന്നപ്ര വയലാറിൻ്റെ രണസ്മാരകമായ ഈ വലിയ ചുടുകാടിലേക്ക് വി എസിനെ കൊണ്ടുവരുമ്പോൾ അവിടെ ആ ചിതയിൽ വി എസിൻ്റെ ഭൗതിക ശരീരം കത്തി അമരുമ്പോൾ പിന്നീട് വി എസ് ഒരു ചെങ്കനലായി എല്ലാ തലമുറയ്ക്കും ആവേശമായി കത്തിജ്വലിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ആ ഒരു നിമിഷം വി എസ് ആ ചിതയിലേക്ക് പോകുന്ന നിമിഷം അന്ത്യാഭിവാദ്യം കണ്ണേ കരളെ വി എസ് എ എന്ന് പറയുന്ന ആ മുദ്രാവാക്യം ഉറക്കെ വിളിച്ചുകൊണ്ട് വി എസിന് അവസാനമായ ഒരു അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആവേശഭരിതരായ സങ്കടക്കടലിൽ അകപ്പെട്ട മനുഷ്യരാണ് ഈ വലിയ ചുടുകാടിന് ചുറ്റും ഇപ്പോൾ കൂടി നിൽക്കുന്നത്. ആ കാഴ്ചയാണ് മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത്. പ്രതീക്ഷ കടലല്ല പോലെ കാലം. ഇപ്പോൾ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ നമ്മൾ പ്രയോഗിച്ചൊരു പ്രയോഗമാണ് കടലല്ല പോലെ കാലം ഇരമ്പിയാർത്തെത്തുകയാണ്.